നമുക്കിന്നിവിടെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതെന്ന് പറയുന്നത് ഇവിടെയാണ്, പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. പ്രോപ്പർട്ടീസ് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നിർത്തി. അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് അടുത്ത് പറയുന്നത് കൂളോംസ് ലോയെ കുറിച്ചാണ് പറഞ്ഞത്. കൂളോംസ് ലോയില് നമുക്കറിയാം, കൂളോം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എവിടെയാണ് കേട്ടിട്ടുള്ളത്? ചാർജിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, കൂളോം എന്ന് എന്ത് ചെയ്തത് പറഞ്ഞു നിർത്തിയത്. ഇവിടെ കൂളോംസിനെ പറയുന്നത് രണ്ട് ചാർജുകളെ, രണ്ട് പോയിന്റ് ചാർജുകളെ നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തടുത്ത് രണ്ട് പോയിന്റ് ചാർജുകളെ വെച്ചാൽ അവിടെ അവ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അത് അട്രാക്ഷൻ ആകാം, റിപ്പൽഷൻ ആകാം. ഈ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുക. നോക്കുക, ഇവിടെ ഞാൻ രണ്ട് ചാർജ് എടുക്കുകയാണ്. ഒന്ന് Q1 എന്ന് പറയുന്ന ചാർജ്, മറ്റൊന്ന് Q2 എന്ന് പറയുന്ന ചാർജ്. സൈൻ ഒന്നും കൊടുത്തിട്ടില്ല, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്നുള്ള രീതിക്ക് ഞാൻ എഴുതിയിട്ടില്ല. ഒരു Q1 ചാർജും ഉണ്ട്, മറ്റൊന്ന് ഏതാണ് Q2 എന്ന് പറയുന്ന ചാർജും ആണ്. അപ്പൊ Q1 Q2 എന്ന് പറയുന്ന ചാർജുകളെ ഞാൻ എന്ത് ചെയ്യും, പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസിനെ ഞാൻ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറ്റി ഞാൻ എന്ത് ചെയ്യാം ചെയ്യും. അങ്ങനെ വെച്ചിരുന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. എന്തായാലും അവിടെ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ആലോചിക്കുക, ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫോഴ്സിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും? ഈ രണ്ട് ചാർജ് അല്ലെ, ഞാനിവിടെ ഇപ്പൊ ഒരു കൂളോം ചാർജ് എടുക്കുന്നു, ഇതും ഒരു കൂളോം. ആ സമയത്താണോ ഇത് 5 കൂളോം ഇതും 5 കൂളോം? ആ സമയത്താണോ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക? ഏത് സമയത്താണ്? രണ്ടും ഓരോ കൂളോം വീതം എടുക്കുമ്പോഴാണോ, രണ്ടും 5 കൂളോം വീതം എടുക്കുമ്പോഴാണോ കൂടുതൽ ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം? 5 കൂളോം വയ്ക്കുമ്പോൾ അല്ലെ. 5 കൂളോം വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ എന്തുണ്ട്, ചാർജ് ഉണ്ട്. അപ്പൊ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ചാർജ് കൂടിയാൽ, ചാർജ് കൂടുന്നെന്ന് പറയുമ്പോൾ Q1ന്റെ ചാർജും കൂടാം, Q2ന്റെ ചാർജും കൂടാം, രണ്ടും കൂടാം. രണ്ടും കൂടിയിരുന്നാലും എന്തുണ്ടാകും, ഫോഴ്സ് അതിനനുസരിച്ച് കൂടും. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നത് കൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്തായിരിക്കും, ചാർജുകൾ അല്ലെ. രണ്ട് ചാർജും വരുന്നത് കൊണ്ട് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്, ചാർജ് ഓൾറെഡി സ്കേലാറാണ്, സോറി. അപ്പൊ ചാർജുകളുടെ പ്രോഡക്റ്റിന് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. എന്നാൽ ഈ ഡിസ്റ്റൻസ് ആണെങ്കിലോ, രണ്ട് ചാർജുകളെയും ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അകന്നകന്ന് പോവുകയാണ്, ദൂരോട്ട് ഡിസ്റ്റൻസ് കൂടുകയാണ്. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും, കൂടുക കുറയും ഇല്ല. നമ്മൾ ദൂരോട്ട് നിൽക്കുക, ദൂരോട്ട് പോകും തോറും നമ്മുടെ കാന്തത്തിന്റെ കാര്യം ആലോചിച്ചാൽ രണ്ട് കാന്തങ്ങളെ നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കാന്തങ്ങളെ ദൂരോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പൊ ഡി കൂടുമ്പോ, ഡിസ്റ്റൻസ് കൂടുമ്പോ അവിടെ എന്ത് സംഭവിക്കും, അവിടെയുള്ള ഫോഴ്സ് എന്ത് ചെയ്യുക, കുറയുക ചെയ്യും. ഫോഴ്സ് എന്ത് ചെയ്യുന്നു, കുറയും. അപ്പൊ ഞാൻ ഫോഴ്സ് F ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ, അങ്ങനെ ഡിസ്റ്റൻസ് കൂടുമ്പോ കുറയല്ലേ ചെയ്യുന്നത്. എങ്ങനെയാ കൂടുന്നത്, D². എന്താ D². കേട്ടോ. പൊതുവെ നമ്മൾ എല്ലാവരും എടുക്കുന്നത് ഡിസ്റ്റൻസ് 6 എടുക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ പുസ്തകത്തിൽ നിങ്ങൾക്ക് 6 ആയതുകൊണ്ട് പിന്നീട് നമ്മുടെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കും. പുസ്തകത്തിൽ വായിച്ചു നോക്കുമ്പോൾ D അല്ലേ, ഇക്വേഷൻ നമുക്ക് അതിന്റെ ഇക്വേഷൻ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് D മാറ്റി 6 എന്ന് കൊടുത്തു. ഒരു കൂടെ അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് അവിടെയുള്ള ചാർജാണ്, ചാർജ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെയുള്ള ഫോഴ്സും എന്ത് ചെയ്യും, രണ്ടാമത്തത് റേഡിയസ് ആണ്, സോറി റേഡിയസ് അല്ല, ഏതാ, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്യുക, കുറയുക. ഇപ്പൊ രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ എഴുതാം, F. ഇത് ന്യൂമറേറ്ററിൽ വരുന്നതാണ് അല്ലെ, ഡിവൈഡഡ് ബൈ 1 ആണ് അല്ലെ, ന്യൂമറേറ്റർ ആണ്. R² വരുന്നത് ഡിനോമിനേറ്റർ. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോ Q1 Q2 ഡിവൈഡഡ് ബൈ R² അല്ലെ. അപ്പൊ F പ്രപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിനെയാണ് എന്ത് പറയുക, കൂളോംസ് ലോ. ഇതിനെ പറയുന്ന പേരാണെന്ത്, കൂളോംസ്. അപ്പൊ കൂളോംസ് ലോ എളുപ്പത്തിൽ പറയാം. നമുക്ക് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ഇക്വേഷൻ അല്ലെ. നമ്മുടെ ഒരു ലോ പഠിക്കുമ്പോൾ അതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. നമ്മൾ എപ്പോഴും നമുക്കൊരു ലോയിൽ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓർമ്മിച്ചിരിക്കും. നമുക്ക് ഓംസ്ലയുടെ ഡെഫിനിഷൻ ചിലപ്പോൾ അറിയാത്ത പലരും ഉണ്ടാകും, പക്ഷെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, V = IR. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇക്വേഷൻ ചെറിയ ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂളോംസ് ലോയെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. നോക്കാം, കൂളോംസ് ലോ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ F എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു,
ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് അല്ലെ, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. അട്രാക്ഷൻ ആ റിപ്പൾഷൻ അല്ലെങ്കിൽ അതും കൂടെ ചേർത്ത് എന്ത് ചെയ്യാം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഞാൻ ജനറലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, പ്രോഡക്റ്റ് ഓഫ് 2 ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനെ പറയുന്ന പേരാണ് കൂളംസ്. ഇവിടെ പറയുന്നു എഫ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനെ പറയുന്ന പേരാണെന്ത്? കൂളംസ്. This is called coulombs. So coulombsല the force between 2 point charges is directly proportional to product of their charges and inversely proportional to square of the distance between them. നമ്മൾ എപ്പോഴും ഈ സൈൻ അല്ലെ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റണം. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയാൽ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി കോൺസ്റ്റന്റ് കൊടുക്കുകയാണ്. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊടുക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/4πε0. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാണ്? 1/4πε0. ബാക്കി വരുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ R². അപ്പോൾ ഇക്വേഷൻ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണെന്ത്? കൂളംസിലായിട്ട് ഇക്വേഷൻ ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇവിടെ 1/4πε0 എന്ന് പറയുന്നതായിരുന്നു കോൺസ്റ്റന്റ്. അപ്പൊ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/4πε0യുടെ വാല്യൂ കൂടെ ഓർമ്മിച്ചോണം. 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പൊ 1/4πε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നോക്കുന്ന ε0 അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണെന്ന് ε0. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ചാർജ് ഉണ്ട് അല്ലെ. ഇവിടെ ചാർജിന്റെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് പോകാനായിട്ട് ഇതിനിടയ്ക്കുള്ള മീഡിയം അതിനെന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ നടന്നു പോവാണ്, അതേസമയം നമ്മൾ അല്ലെ അതായത് എയറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇതേ സ്ഥാനത്ത് നമ്മുടെ വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ട് വെള്ളത്തിനകത്തൂടെ മൂവ് ചെയ്യാണ്. രണ്ടിലും ഒരുപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതിനിടയ്ക്ക് വരുന്ന അതായത് ഈ രണ്ട് ചാർജിനും ഇടയ്ക്ക് വരുന്ന മീഡിയവും അവിടെയുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതാണ് ഈ ε0 അല്ല എപ്സലോൺ എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിന്റെയാണ്. ഇവിടെ ഫ്രീ സ്പേസ് ആയതുകൊണ്ടാണ്, എയർ ആയതുകൊണ്ടാണ് ε0 കൊടുത്തത്. അതാണ് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞത്. അതേസമയം ഇവിടെ ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനിടയ്ക്ക് ഈ രണ്ട് ചാർജിനും ഇടയ്ക്ക് ഒരു മീഡിയം ഉണ്ട് എങ്കിൽ അവിടെ വരുന്നതെന്ന് പറയുന്നത് എപ്സലോൺ ആയിരിക്കും. അവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് എപ്സലോൺ. അങ്ങനെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. എഫ് ഈക്വൽ ടു 1/4πε0 എപ്സലോൺ ആക്കി വരുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ അതിനിടയ്ക്ക് ഒരു മീഡിയം ഉണ്ട്. ഞാൻ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി പറയും. എപ്സലോണിനെ പറയുന്ന പേര് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ε0 പറയുന്ന പേര് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റിയാണ് ε0. ഒരു മീഡിയം ഉണ്ടെങ്കിൽ ആ മീഡിയത്തിന് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള എന്ത് കാണും? പെർമിറ്റിവിറ്റി കാണും. അതിനെ പറയുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ. അപ്പൊ എപ്സിലോൺ എന്ന് എഴുതാം. ഇതിലെന്താണ്? ഫ്രീ സ്പേസ് ആണെങ്കിൽ ε0 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്ന പേര് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയാം. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താ പറയും? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് ε0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന രീതിക്ക് വേണമെങ്കിൽ എഴുതാം. ഇവിടെ പറയുന്നു എപ്സിലോൺ ആർ. 3 ടേം പറയുന്നത്. ഒന്ന് ε0, മറ്റൊന്ന് എപ്സിലോൺ, മറ്റൊന്ന് എപ്സിലോൺ ആർ.
എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജുകൾക്കും ഇടയ്ക്ക് ഒരു മീഡിയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എന്താ നമുക്ക് അവിടെ വേറെ എന്താ എപ്സിലോൺ 0 മാത്രമേ വരുള്ളൂ, പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് വരുള്ളൂ. അതേസമയം എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു മീഡിയം ഉണ്ട്, അത് വാട്ടർ ആവാം, എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം. രണ്ട് ചാർജിനിടയ്ക്ക് ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് എപ്സിലോണെ വരുന്നത്. അതിന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പെർമിറ്റിവിറ്റിയാണ്. ഇപ്പോൾ വാട്ടറൊക്കെ പറഞ്ഞാൽ വാട്ടറിന് 80 അടുപ്പിച്ചുണ്ടാവണം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി എപ്സിലോൺ 6 പറഞ്ഞു. എപ്സിലോൺ 6 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എപ്സിലോൺ 6 ഈക്വൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അല്ലെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്നും എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ മാറും. ഇവിടെ നമ്മുടെ എപ്സിലോൺ 0 ഇക്വേഷൻ എഴുതി എഫ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ വന്നപ്പോ ഒരു മീഡിയം ഉണ്ട് എങ്കിൽ 1/4 എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയി. ഇനി വരുന്ന എന്താണ്, ഈ എപ്സിലോണിനെ വേണമെങ്കിൽ നമുക്ക് എന്താ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം. ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 എപ്സിലോൺ ആർ ബാക്കി വരുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇങ്ങനെയും എഴുതാം. സംശയം ഉണ്ടാർക്കെങ്കിലും? പറഞ്ഞപ്പോ വിട്ടുപോയൊരു ഭാഗമാണ് എപ്സിലോൺ 0യുടെ വാല്യൂ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 into 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 into 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് എപ്സിലോൺ 0യുടെ വാല്യൂ. 1/4 എപ്സിലോൺ 0യുടെ വാല്യൂ നേരത്തെ പറഞ്ഞ 1/4 എപ്സിലോൺ 0യുടെ വാല്യൂ 9 into 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. നോക്കിയാൽ അറിയാം, ഈ രണ്ട് യൂണിറ്റും നേരെ തിരിഞ്ഞാൽ മതി. ഇത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ, ഇവിടെയാണെങ്കിലോ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതൊരു വ്യത്യാസം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, യൂണിറ്റിന്റെ കാര്യത്തിൽ വരുന്നത്. വാല്യൂസ് എന്ന് പറയുന്നത് എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ 8.854 into 10⁻⁻12 ആണ് എന്ത് ചെയ്യുന്നത് വരും. ഇനി കൂളംസിലായി നമുക്ക് വെക്ടർ ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യാം. കൂളംസിലായി വെക്ടർ ഫോമിലോട്ട് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. വെക്ടർ ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടറിലോട്ടൊക്കെ മാറ്റേണ്ടി അല്ലേ. അതിപ്പോൾ എക്സ് ആക്സും വൈ ആക്സും എടുത്തിട്ടുണ്ട്. രണ്ട് ചാർജുകൾ, ഇത് Q1 ആണ്, ഇത് Q1 അതെന്താണ് Q2. ഇപ്പൊ രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ രണ്ട് പോയിന്റിലെ പൊസിഷൻ വെക്ടർ വേണം. Q1ന്റെ പൊസിഷൻ വെക്ടർ ഞാൻ ഇതാണ്, ഇതാണ് Q1ന്റെ പൊസിഷൻ വെക്ടർ R1. അതുപോലെ Q2ന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് R2. ഡിസ്റ്റൻസ് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ്, അവയുടെ പൊസിഷൻ വെക്ടറുകളാണ് ഏതൊക്കെയാണ് R1 R2 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ വെക്ടർ ഫോമിൽ പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ വരും. ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ വരിക. അപ്പൊ ഡയറക്ഷൻ പറയുമ്പോൾ ഇവിടെ ആലോചിക്കുക, Q1ൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, Q1ൽ ആരാണ് ഫോഴ്സ് കൊടുക്കുന്നത്, Q2 ആണ് അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നത്. Q1ൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് Q2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്, വെക്ടർ ഫോമിൽ എഴുതുകയാണ്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ Q1 due to Q2. Force acting on Q1 due to Q2. Vector form ഇല്ലേ. Force acting on Q1 due to വായിക്കുന്നത് എങ്ങനെയാണ്, ഫോഴ്സ് ആക്ടിംഗ് ഓൺ Q1 due to Q2. Q1ൽ Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂവിനോ അല്ലെങ്കിൽ എന്താ ഇത് വെക്ടർ ഫോമിലോട്ട് മാറ്റാൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ Q1 Q2 രണ്ടും ചാർജ് ആണ്, ചാർജും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, എന്തില്ല ഡയറക്ഷൻ. പക്ഷേ താഴെ വരുന്ന R² എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, വെക്ടർ ഫോമിൽ എഴുതണം. ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇവിടെ നിന്ന് Q1 to Q2 അല്ലെ. Q1 നിന്ന്
Q2 അപ്പൊ R12 എന്താ പറയുക R12 ഇതിൽ കൂടെ പറയുന്ന വെക്ടർ ഫോം എഴുതി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ പൊസിഷൻ വെക്ടർ എന്താ നമുക്ക് എന്ത് കൊടുക്കാം, യൂണിറ്റ് വെക്ടറോടെ കൊടുക്കാം R12. അപ്പൊ ഇതിൽ കൂടെ പറയുന്ന ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു Q2. Q1ലേക്ക് Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R12 സ്ക്വയർ R12 ക്യാപ്. ഇതിനെ തിരിച്ച് Q1 മാത്രമല്ല ഫോഴ്സ്, Q2 ഫോഴ്സ് ഉണ്ടാകും. Q2 ഫോഴ്സ് എങ്ങനെ വരിക, F ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു Q1 ഈക്വൽ ടു 1/4πε0 മാറ്റമില്ല, Q1 Q2 മാറ്റമില്ല, പിന്നെ വരുന്ന ആർക്കാണ് R21 സ്ക്വയർ R21 ക്യാപ്. വ്യത്യാസം മനസ്സിലായില്ല. അവിടെ ഇവിടെ 1-2 വരും, ഇവിടെ എന്ത് വരുന്നു 2-1 ആയിട്ട് എന്ത് ചെയ്യത് മാറും. ഇത് നോക്കിക്ക്, ഇതിൽ ബാക്കി എല്ലാം സെയിം ആണ്. അവിടെ വെക്ടർ പോകുന്ന 2-ൽ നിന്ന് 1ലേക്ക്, ഇവിടെ ആണെങ്കിലോ 1-ൽ നിന്ന് 2-ലേക്ക്, അത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവ രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം, F12 F21 ഈക്വലാണ്. കാരണം ഇവ രണ്ടും എടുക്കുമ്പോ Q2 Q1ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും Q1ൽ നിന്ന് Q2ലേക്ക് കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ പ്രത്യേകത ഡയറക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യാസമായിട്ട്. അപ്പൊ F12 എന്ന് പറയുന്നത് -2 F1 എന്നും ചെയ്യാൻ പറ്റും. അപ്പൊ F12 എന്ന് പറയുന്നത് -F21 എന്നും ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് എന്താ കൂളംസ് ലോ, വെക്ടർ ഫോം. ഇനി നമുക്ക് വരുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2 ചാർജിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് ഒന്നിൽ കൂടുതൽ ചാർജുകൾ എന്ത് ചെയ്യാം അവിടെ വരാനായിട്ട് എന്ത് ചെയ്യും പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാം ഉപയോഗിക്കാം. സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാം കൂടെ എന്ത് ചെയ്യും, നമ്മൾ എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ ചാർജുകളുടെ കാര്യമാണ് ഇനി എന്ത് ചെയ്യുന്നത് പറയും. നോക്കിക്കൊള്ളുക, ചാർജ് എടുക്കുകയാണ്. ഇത് Q1 ആണ്, കുറച്ച് ചാർജ് ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, Q4 ഉണ്ട്, അങ്ങനെ ഒരുപാട് ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴത്തേക്ക് 3 ചാർജ് മാത്രം എടുത്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് R12 R13 R1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം മാത്രം ചെയ്യുന്നു, Q1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം കണ്ടുപിടിക്കുക. Q1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നോക്കി, Q1ന് ആരൊക്കെ ഫോഴ്സ് കൊടുക്കും, Q2 ഒരു ഫോഴ്സ് കൊടുക്കും, അതുപോലെ Q3യും ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ Q1ൽ Q4 എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുക്കും. അപ്പൊ Q1ൽ 3 ഫോഴ്സാണ് വരുന്നത്. Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, Q3 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, Q4 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പൊ ഞാൻ എഴുതാണ് ആദ്യം F വെക്ടർ ഫോമിലാണ് എഴുതുന്നത്. F12 ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു Q2 എന്ന് പറയുന്നത് നമ്മൾ എഴുതിയതാണ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ എന്ന് വരുന്നത് R12 തിരിച്ച് F അടുത്ത് വരുന്ന രണ്ടാമത്തെ ഫോഴ്സ് എന്താണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു Q3 വരുന്നത്. അപ്പൊ R13 ഈക്വൽ ടു 1/4πε0 Q1 Q3 divided by R12. അടുത്ത വരുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു Q4 equal to 1/4πε0 Q1 Q4 divided by R14. ഇനി ഇതുപോലെ n നമ്പർ ഓഫ് ഉണ്ടെന്ന് വെച്ചാൽ n നമ്പർ ഓഫ് ചാർജുകൾ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഡ്യൂ ടു nth ചാർജ്, ഇവിടെ Qn എന്ന് പറഞ്ഞ ചാർജ്, nth ചാർജ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ F1n ഈക്വൽ ടു 1/4πε0 Q1 Qn ഡിവൈഡഡ് ബൈ R1. എല്ലാവരും ഇത്രയാണ് ജനറലി പറയാം, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. F1 ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 മാത്രം. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 എന്ന് പറയുന്നത് F12 ഉണ്ട്, F13 ഉണ്ട്, F14 ഉണ്ട്, കുറെ ഉണ്ട്. അതുപോലെ
എല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എഴുതാൻ നിൽക്കുന്നില്ല, ഒരുപാട് നീളം വരുന്നതുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഞാൻ ഇവിടെ എഴുതുന്നത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, എല്ലാത്തിലും ഒരു 1/4πε0 കോമൺ ആണ്. പിന്നെ വരുന്നത് Q1 കോമൺ ആണ്. എല്ലാത്തിലും Q1 എന്താണ് കോമൺ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, Q1/4πε0 ഞാൻ പുറത്തെടുത്തു. Q1/4πε0 പുറത്തെടുത്തു. ബാക്കി വരുന്ന കാര്യങ്ങൾ മാത്രം എഴുതുകയാണ്. Q2 ഡിവൈഡഡ് ബൈ R12 പ്ലസ് Q3 divided by R13 plus Qn divided by R13. ഇപ്പൊ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, പുറത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്തെടുക്കാം. കാരണം ഞാനിത് വലിയൊരു ഇതായതുകൊണ്ട് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യാണ്, എടുത്തിരിക്കുകയാണ്. അപ്പൊ Q1/4πε0 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ബാക്കിയുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സമ്മേഷൻ ഇട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം Q1/4πε0 അവിടെ കിടക്കണം. സമ്മേഷൻ ഇട്ട് അല്ലെ, ഇതെല്ലാം ആഡ് ചെയ്തേക്കില്ല. അപ്പൊ സമ്മേഷൻ ഇട്ട് എഴുതി കഴിഞ്ഞാൽ I അല്ലെ, ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള I ആണ്. I ഏത് മുതൽ ഏത് വരാം, 2 മുതലാണ് പറയുന്നത്. 2 മുതൽ n വരെ വരാം. അപ്പൊ I എന്ന് പറയുന്നത് 2 to n. ബാക്കി വരുന്നത് QI അല്ലെ, Q അല്ലെ, I എന്ന് മാറുന്നത് I ഡിവൈഡഡ് ബൈ R1I. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതുവരെ എഴുതി നടത്തിയാൽ മതി. ഇങ്ങനെ എഴുതാൻ പറ്റും എങ്കിൽ എന്ത് ചെയ്യാം, എഴുതാം. വേറെ ഒന്നുമില്ല, സമ്മേഷൻ എഴുതുന്നു. ഇവിടെ നമുക്ക് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലെ, ഇവിടെ നോക്കിയാൽ അറിയാം 2, 3, 4 അതുകൊണ്ടാണ് വരുന്നത് അല്ലെ. 2 തൊട്ടാണ് ഇവിടെ 1 എല്ലാത്തിനും ഉണ്ട്. ബാക്കി വരുന്നത് 2, 3 അങ്ങനെ ആയിട്ട് n വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ വേരിയബിളിനെ മാത്രം ഞാൻ I ഈക്വൽ ടു ഏത് മുതൽ ഏത് 2 മുതൽ n വരെ വരുന്നുണ്ട്. ബാക്കി Q ഇതിനാണ് 2, 3, 4 അതും വേരിയബിൾ ആണ്. അതുകൊണ്ട് അവിടെ I കൊടുക്കും. വേരിയബിളിനെ പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഐയുടെ വാല്യൂ കൊടുക്കും. അപ്പൊ I ഡിവൈഡഡ് ബൈ R1I സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും കൂളംസിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ചാർജസ് വന്നാലുള്ള ഒരു ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മാത്രം, ഇപ്പൊ ഒരു ചാർജ് മാത്രം Q1 ഫോഴ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. Q2-ലെയോ Q3-ലെയോ Q4-ലെയോ ഒന്നും പറഞ്ഞിട്ടില്ല. Q1 ചാർജ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയേണ്ടത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു മാഗ്നറ്റ് എടുക്കുമ്പോൾ മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം അല്ലെ, റീജിയനെയാണ് എന്താ പറയുക, മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഞാൻ Q എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കാം. Q എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കാം. അപ്പൊ Q എന്ന് പറയുന്ന ചാർജ് എടുക്കുമ്പോൾ Qന് ചുറ്റും അതിന്റെ ഫോഴ്സ്, അതൊരു എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ അതിന് അറൌണ്ട് ആയിട്ടുണ്ട്. ആ റീജിയനകത്ത് വന്നാൽ എന്ത് ചെയ്യുള്ളൂ, ഫോഴ്സ്. ഇപ്പൊ ഞാൻ ഇവിടെ Q എന്നുള്ള ചാർജ് എടുത്ത് വെച്ചിട്ട് വളരെ ദൂരമായിട്ട് വേറൊരു ചാർജ് എടുത്ത് വെച്ചാൽ അവിടെ ഫോഴ്സ് ഒന്നും എന്ത് ചെയ്യില്ല, എക്സേർട്ട് ചെയ്യില്ല. എന്നാല് അത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഏതൊരു പോയിന്റ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് എക്സേർട്ട്. ഉദാഹരണത്തിന് ഇതാണ് റീജിയൻ എന്ന് വെച്ചു, Qന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന റീജിയൻ ആണ് അല്ലെ. ഈ റീജിയനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന്റെ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന് അറൌണ്ട് ആയിട്ടുള്ള റീജിയനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചാർജിന് അറൌണ്ട് ആയിട്ട് വരുന്ന റീജിയനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡില് ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവരും. എനിക്കിപ്പോ ഇതിന്റെ എല്ലായിടത്തും ഇന്റൻസിറ്റി ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലും ഇതിന്റെ തൊട്ടടുത്തടുത്ത് വരുന്നവരും ഇന്റൻസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. ദൂരോട്ട് പോകുന്നവരും ഇന്റൻസിറ്റി എന്ത് ചെയ്യും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇന്റൻസിറ്റി 0, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അതായത് ഇതിന്റെ ഫോഴ്സ് ഇല്ല. എന്നാൽ ഇത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന് എന്ത് ചെയ്യും, ഫോഴ്സ് ഉണ്ടായി തുടങ്ങും. ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നവരും കൂടി കൂടും. ഇങ്ങോട്ട് കൂടുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇന്റൻസിറ്റി എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്നു എന്നാണ്. ഇന്റൻസിറ്റി എന്ത് ചെയ്യാണ്, കൂടി. അപ്പൊ എനിക്ക് ഈ പോയിന്റ്
പി എന്നുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇവിടെ ഡിസ്റ്റൻസ് കൂടെ കൊടുക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R. അതായത് Q എന്ന് പറയുന്ന ചാർജ്, Q പ്ലസ് Q ചാർജ്. ഈ Q ചാർജിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു R ഡിസ്റ്റൻസ് ആയുള്ള പോയിന്റ് ആണ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എന്റെ കരുതാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പുറത്ത് ആണ് ഇൻഫിനിറ്റി നിർദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ അവിടെയായിട്ട് +1 ഒരു യൂണിറ്റ് ചാർജ്, 1 കൂളോം ചാർജ് ഉണ്ട്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ആണ്, അവിടെ എന്താണ് ഒരു 1 കൂളോം യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെക്കുകയാണ്, പി എന്ന് പറയുന്ന പോയിന്റ് വെക്കാം. അപ്പൊ 1 കൂളോം ചാർജ് ഉണ്ട്. ഈ 1 കൂളോം ചാർജിനെ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. ഞാൻ അപ്പോൾ കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ഈ ചാർജ് അതിലോട്ട് ഫോഴ്സ് കൊടുക്കും. അതിലോട്ട് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. വളരെ എളുപ്പമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അത് 1 കൂളോം ചാർജിനെ കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ നമുക്ക് സാധാരണ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ആണെങ്കിൽ F = 1/4πε0. ഇവിടെ വരുന്നത് 2 ചാർജ്, ഒന്ന് നമുക്ക് സാധാരണ ഫോർമുല Q1 Q2 /R² ആണ്. ഇവിടെ നമുക്ക് വരുന്നത് Q1 എന്ന് പറയുന്നത് Q ആണ്. Q1 പകരം എഴുതിയിരിക്കുന്നത് Q ആണ്. Q2 എന്ന് പറയുന്നത് +1 കൂളോം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആറിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് ആ സമയത്ത് F എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് മാറും. 1 കൂളോമാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അല്ലെ, രണ്ടാമത്തെ ചാർജ് 1 കൂളോം ആണ് എങ്കിൽ ആ സമയത്ത് ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ F എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു, E ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ E = 1/4πε0. Q1 എഴുതേണ്ട ആവശ്യമില്ല, കാരണം Q1 പകരം എന്തുണ്ട്, Q എന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ Q2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല, /R². ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് വെക്ടർ ഫോം കൊടുക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q /R² ആണ്. Q /R². ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ഉണ്ട്. ഒന്നുകിൽ Nm/m, അല്ലെങ്കിൽ Nm/കൂളോം ഉണ്ട്, അല്ലെങ്കിൽ V/m. 2 യൂണിറ്റ് ഇവിടെ വരുന്നത്. ഒന്നുകിൽ Nm/കൂളോം എഴുതണം അല്ലെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സിന്റെ ആണെങ്കിൽ ന്യൂട്ടൺ ആയിരുന്നു, ഇവിടെ ഒരു ചാർജ് കുറഞ്ഞു, അപ്പൊ എന്ത് ചെയ്യും, Nm/കൂളോം ഉണ്ട്. അല്ലെങ്കിൽ എന്ത് എഴുതാം, V/m നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് mL/T⁻⁻3A⁻⁻. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയമെൻഷൻ ഫോർമുല ആണെന്ത്, mL/T⁻⁻3A⁻⁻1. അപ്പൊ ഇത് അത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ വെച്ചാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. കണ്ടുപിടിക്കുന്ന ഫോർമുല 1/4πε0 Q /R². നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഡിസ്റ്റൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഒരു കർവായിരിക്കും. കാരണം R² ആയിരുന്നു അല്ലെ, ഇക്വേഷൻ R² വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞു കുറയാണ് ദൂരോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ എന്ത് ചെയ്തോളണം, ഓർമ്മിച്ചു കൊള്ളണം. ഇനി ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കൂളംബ്സ് ലോയുടെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇപ്പൊ പഠിച്ചു, അതിന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതേ ഉള്ളൂ.